മറ്റന്നാൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം മാർക്കറ്റ് റേറ്റ് ചെയ്തിരിക്കുന്നത് 4 പോയിൻ്റ് പ്ലസ്സാണ്. സമയം 8:14 8:14 AM ഏകദേശം 4 പോയിൻ്റ് പ്ലസ്സാണ്. കുറച്ച് നേരത്തേക്ക് ഒരു 30 പോയിൻറ്റിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. 4 പോയിൻ്റ് പ്ലസ്സാണ് നിൽക്കുന്നത്. എന്തായാലും ടോട്ടൽ ഒരു വേരിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 to 4 അത്രയേ ഉള്ളൂ. 4 to 50 എന്നുള്ള റേഞ്ചിൽ അപ്പ് ആൻഡ് ഡൗൺ നിൽക്കുന്നു എന്ന് പറയാം. FIIയുടെ ബൈ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 497 കോടിയുടെ ബൈ ആണ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ. അതേസമയം DS ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏകദേശം 2800 കോടിയുടെ ബൈ ഉണ്ട്. ഇത് മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. 2 സെക്ഷനിൽ നിന്നും പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 50-50 എന്ന് പറഞ്ഞാൽ മതി. 50-50 ആ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്ത്യ പാക്ക് ലൈവ് ടെൻഷൻസ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. മോക്ക് ഡ്രില്ലൊക്കെ 7th വരുന്നുണ്ടെന്ന് അറിയുന്നു. ഇന്ത്യ ഓരോ രീതിയിലും പാകിസ്ഥാന് മുകളിലൊരു പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ ഈ ന്യൂസ് കേൾക്കുമ്പോൾ മാർക്കറ്റിൽ നെഗറ്റീവായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. പിന്നെയും മാർക്കറ്റ് തിരിച്ചു കയറുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരുപാട് പഴയ കാലത്തെ LOC ലെവൽ അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിലെ ലെവലുണ്ടാകുന്ന എല്ലാ ഇഷ്യൂസുകളിലും മാർക്കറ്റ് കയറിപ്പോയിട്ടേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അപ്പ് ട്രെൻഡേ വന്നിട്ടുള്ളൂ. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും ആദ്യത്തെ 2 ദിവസത്തിന് ശേഷം തിരിച്ചു കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവിടെയും അതേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള കരുതലാണ് മാർക്കറ്റ് ഇങ്ങനെ കുറച്ചും കൂടി പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് പറയാൻ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഡോളർ ഇൻഡെക്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. മാർക്കറ്റ് ടൈമിങ്ങിൽ ഏകദേശം 150 വരെ പോയ ഡോളർ ഇൻഡെക്സ് പിന്നെ ഒന്ന് താഴ്ത്തേക്ക് വന്നെങ്കിലും ആദ്യമായിട്ട് ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. അപ്പോൾ ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് കയറുക, റുപ്പി മോശമാവുക, ഇന്ത്യൻ റുപ്പി മോശമാവുക, യുദ്ധത്തിൻ്റെ പേരിൽ മാർക്കറ്റിൽ ആദ്യം മോശമാവുന്ന സെക്ഷനും ബാങ്ക് സെക്ഷനായിരിക്കും നെഗറ്റീവ്. ബാങ്കിൻ്റെ റുപ്പി താഴത്തേക്ക് പോകും. ഗോൾഡിൻ്റെ അപ്രീസിയേഷൻ വരുന്നു. അപ്പം ഗോൾഡ് അപ്രീസിയേഷൻ, ബാങ്ക് നിഫ്റ്റി ഡൗൺ ട്രെൻഡ് ഫീൽ ചെയ്യുന്നു, ഡോളർ ഇൻഡെക്സ് അപ്പ് ട്രെൻഡ് വരുന്നു. ഇതൊക്കെ നെഗറ്റീവാണ് കേട്ടോ, മറക്കണ്ട. ഇത് നെഗറ്റീവാണ്. ഈ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് തിരിച്ചു കയറുക എന്ന് പറയുന്നത് ഇന്ത്യൻ കറൻസീനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരും. അതിൻ്റെ ഒപ്പം തന്നെ യുദ്ധങ്ങളും നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കോഷ്യസ് ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാ മാർക്കറ്റിലും കോഷ്യസ് ആയിട്ട് ഇരിക്കണം എന്ന് പറയും. അടുത്ത മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സാണ്. പലപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരിക്കലും പറയാറില്ല പ്രോഫിറ്റ് ബുക്കിംഗ്. ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതിന് എതിർത്തായിട്ടുള്ള ഒരു ചിന്തകളുള്ളവരെ സംബന്ധിച്ചും MFൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് സ്വിച്ച് ടു ഡെപ്റ്റ് ഫണ്ട്. ഞാൻ ഡെപ്റ്റ് ഫണ്ടിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യുന്നത് പോലും നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ വേണമെങ്കിൽ റിസ്ക് പേടിക്കുന്നവർക്ക് ഡെപ്റ്റ് ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് വീണ്ടും കുറച്ച് പെർഫോമൻസൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ കഴിയുമ്പോൾ വീണ്ടും ആ ഫണ്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഇത് മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് കുറഞ്ഞ ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. അടുത്ത് വന്നൊന്ന് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് ഗോൾഡിന് പെർഫോമൻസ് കൂടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയങ്ങളിൽ നമുക്ക് ഇത്രയും റിസ്ക്കുകളൊക്കെ മാർക്കറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൽ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഏതൊക്കെ ഗോൾഡ് ഇവിടെ നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഈ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ETF കേട്ടോ, നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഗോൾഡ് ETF. അതിൽ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നത് ഈ ഗോൾഡ്, അതുപോലെ HDFC ഗോൾഡ്. നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഗോൾഡ് ETF നിങ്ങൾക്ക് വാങ്ങിച്ചിടാവുന്നതാണ്. 2 ട്രേഡിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക്, റിസ്ക് ബെയർ ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഗോൾഡ് മിനി,
ഗോൾഡ് മിനി, അല്ലെങ്കിൽ ഗോൾഡ് പറ്റൽ, അല്ലെങ്കിൽ ഗോൾഡ് ഗുനിയ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എങ്കിൽ തന്നെ ട്രേഡിംഗ് പാറ്റേണിൽ ബെറ്റർ ആയിരിക്കും ഗോൾഡ് മിനി എന്ന് പറയുന്നു മാത്രം. അപ്പോൾ 3 ഇവിടെയും അവൈലബിൾ ആണ്. MCX ലാണ് ഇന്നത്തെ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാതെ അവസരം. ഇത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, ഇവിടെ ട്രേഡിംഗ് മാത്രമേ പറ്റുള്ളൂ. ETF ആണെങ്കിൽ നമുക്ക് ഗോൾഡ് ബൈ ചെയ്ത് നിൽക്കാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ്, റിസ്ക് ഒക്കെ നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടിപ്സുകളൊന്നും അധികം ചെയ്യാത്തത്. ഓക്കെ, നമുക്ക് വീണ്ടും പറയാനുള്ളത് ഇത്രയാണ്. കാർഗിൽ യുദ്ധകാലത്ത് യുദ്ധം വന്നുകൊണ്ടൊന്നും മാർക്കറ്റ് കയറി പോകണുണ്ടായത്, താഴത്തേക്ക് വരികയല്ല. പക്ഷേ ഇവിടുത്തെ ഏത് രീതിയിലാണ് മാർക്കറ്റ് യുദ്ധം ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇപ്പോഴും ഇല്ല. നമ്മളെ പ്രൊമോഷനിൽ ചിലപ്പോൾ ഒരു വിഷയങ്ങളും ഇല്ലാതെ ഇത് LOCയിൽ തീരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.